ണ്ട അക്കാലക്ടറെയും പെണ്ണുങ്ങളെയും ഭീഷണിപ്പെടുത്തി കിട്ടാവുന്നതിന്റെ പരമാവധി ഊറ്റിയെടുക്കാൻ നോക്ക്. അതല്ലേ ഇപ്പം ബുദ്ധി. അക്രം വലാല ശുക്ര. ആരാ? റീത്ത മേരി, അങ്ങനെ എന്റെ പേര്. എവിടെ നിന്നാ? ഞാനിപ്പോ ഡൽഹിന്നാ വരുന്നത്. അവിടെ സെമിനാരി സ്കൂളിൽ നിന്നും ഫാദർ മാത്തമ്പറമ്പിൽ എന്നെ കാണാൻ പറഞ്ഞയച്ചതാണോ? അല്ല, ഞാൻ വേറൊരാളെ അന്വേഷിച്ചു വന്നതാ. ആരെയാ? ഒരു ഷാനു സുലൈമാൻ. കഴിഞ്ഞ വർഷം ഇവിടെ ഡിഗ്രിക്ക് പഠിച്ചിരുന്നു എന്നാ പറഞ്ഞത്. അതെ, പഠിച്ചിരുന്നു. അയാളെ ഒന്ന് കാണാൻ എന്താ മാർഗം? ഞാൻ വിചാരിച്ചാൽ അത് നടക്കില്ല കുട്ടി. ഞാനെന്നല്ല, ഈ ഭൂമിയിൽ ആര് വിചാരിച്ചാലും നടക്കില്ല. അതെന്താ? He is no more. What? അവൻ മരിച്ചു എന്ന്. ഫാദർ എന്തായി പറയുന്നേ? സത്യമാണ് കുട്ടി. 4-5 മാസം മുമ്പ് ഹൈവേയിൽ വെച്ചൊരു ആക്സിഡന്റിൽ അവനും അവന്റെ കൂട്ടുകാരൻ സബാനും മരിച്ചു. നമ്മുടെ കോളേജ് കണ്ടതിൽ ഏറ്റവും വലിയ മിടുക്കനായിരുന്നു അവൻ. ഞങ്ങളുടെ ചെയർമാൻ, എല്ലാവർക്കും പ്രിയപ്പെട്ടവൻ, എക്സ്ട്രാ ഓർഡിനറി ജീനിയസ്. എന്ത് ചെയ്യാം, കർത്താവ് അവന് ആയുസ് മാത്രം കൊടുത്തില്ല. അല്ലെങ്കിലും നല്ലവനെയല്ലേ ആദ്യം അവിടുന്ന് സന്നിധിയിലേക്ക് വിളിക്കൂ. കുട്ടി എന്തിനാ അവനെ അന്വേഷിച്ചു വന്നത്? കൊല്ലാൻ. എന്താ എന്താ പറഞ്ഞേ? കൊന്ന് കൊടലുമോലെ പുറത്തെടുക്കാൻ. കുട്ടി എന്തൊക്കെയായി പറയുന്നേ? നല്ലവനിൽ നല്ലവനായ ഞങ്ങളുടെ ഷാനു, അതിന് മാത്രം എന്ത് തെറ്റാ കുട്ടിയോട് ചെയ്തത്? നല്ലവനോ? എന്ത് നല്ലവൻ? ഷാനു സുലൈമാന്റെ കാര്യം തന്നെയാണോ ഫാദർ പറയുന്നത്? അതെ, അവന്റെ കാര്യം തന്നെയാ പറയുന്നത്. ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നെറികെട്ടവനവൻ. ചതിയൻ, വഞ്ചകൻ, ബോൺ ക്രിമിനൽ. ഞങ്ങളുടെ ഷാനുവിനെ കുറിച്ച് തന്നെയാണോ നീ പറയുന്നത്? അതെ. സംശയമുണ്ടെങ്കിൽ ആളെ ഞാൻ കാണിച്ചു തരാം. ദാ. ഞാൻ പറഞ്ഞ ഷാനുവും ഫാദറിന്റെ പ്രിയപ്പെട്ട ഷാനുവും ഇയാള് തന്നെയല്ലേ? ഫാദർ എന്താ ഒന്നും മിണ്ടാത്തെ? ഇത് തന്നെയല്ലേ ഷാനു? അതെ, നമ്മൾ രണ്ടുപേര് പറഞ്ഞതും ഇയാളെ കുറിച്ച് തന്നെയാണ്. പക്ഷേ കുട്ടി പറഞ്ഞത് എനിക്കൊരിക്കലും വിശ്വസിക്കാനാവില്ല. ഞങ്ങളുടെ ഷാനു ഒരിക്കലും ഒരു ക്രിമിനലല്ല. അവനെ സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. ഞാൻ തെളിവുകൾ കാണിച്ചാലോ? എന്ത് തെളിവുകൾ? നോക്ക്. ഇനി ഫാദറിന് കേൾക്കണ്ടേ അവന്റെ യഥാർത്ഥ കഥകള്? ഞാനിതൊക്കെ എങ്ങനെ വിശ്വസിക്കും കുഞ്ഞേ? വിശ്വസിച്ചല്ലേ പറ്റൂ. Because that's the extreme truth. ദൈവം എന്നെ വല്ലാതെ തോൽപ്പിച്ചു കളഞ്ഞു ഫാദർ. ഞാൻ വരുന്നതിന് മുൻപ് അവനെ കൊന്നു കളഞ്ഞില്ലേ? എന്റെ അവസരം തട്ടിയെടുത്തില്ലേ? ചതിയായി പോയി, കൊടും ചതി. ഞാൻ പൊയ്ക്കോട്ടെ ഫാദർ? ഒരു നിമിഷം.
കുട്ടി എന്നോട് പറഞ്ഞ ഈ സത്യങ്ങളൊക്കെ മറ്റൊരാളോടുകൂടി പറയണം. ഷാനുവിൻ്റെ കൂടെ പഠിച്ച ഒരു ആദിത്യനോട്. ഫാദർ പറഞ്ഞാ പോരെ? പോരാ, മോള് തന്നെ നേരിട്ട് പറയണം. കാരണം ഇത് മറ്റൊരു പെൺകുട്ടിയുടെ ജീവിത പ്രശ്നം കൂടിയാ. ആദി, ഞാൻ കാലത്ത് മുതൽ ശ്രദ്ധിക്കാം. തനിക്കെന്താ എത്ര ആലോചന? ഏയ് ഒന്നുമില്ല, വെറുതെ ഇരുന്നപ്പോൾ ഇങ്ങനെ ഓരോന്ന്. ഞാനൊരു കാര്യം ചോദിച്ചാ താ സത്യം പറയോ? എന്താണോ? അവനെ കാണാതായതിന് പിന്നില് തനിക്കെന്തെങ്കിലും ബന്ധമുണ്ടോ? താൻ എന്തീ പറയുന്നേ? എനിക്കെന്ത് ബന്ധം? അവൻ ആരാന്ന് പോലും എനിക്കറിയില്ലല്ലോ. പിന്നെ തനിക്കെന്താ ഒരു പതർച്ച? പതർച്ചയോ? എന്ത് പതർച്ച?